ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram. കുറ്റിപ്പുറം ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കുക, ആരോഗ്യരംഗത്തെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കുക, ആശുപത്രികളിൽ ആവശ്യമായ ഉപകരണങ്ങളും മരുന്നുകളും ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. KPCC മെമ്പറും യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ റിജിൽ മാക്കുറ്റി ധർണ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പുല്ലാനൂർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി നൂർ KV ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് മുജീബ് കുളക്കാട്, KT സിദ്ദീഖ്, പാറക്കൽ ബഷീർ, KT മൊയ്തു മാസ്റ്റർ, മഠത്തിൽ ശ്രീകുമാർ, മോഹനകൃഷ്ണൻ, റംല മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. A സുൽഫിക്കർ സ്വാഗതവും പ്രവീൺ പാഴൂർ നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ, പോഷക സംഘടനാ നേതാക്കൾ, പ്രവർത്തകർ, പൊതുജനങ്ങൾ തുടങ്ങി നിരവധി പേർ ധർണയിൽ പങ്കെടുത്തു. സൂചിപ്പിച്ചതുപോലെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകൾ ആശ്രയിക്കുന്ന നമ്മുടെ സർക്കാർ ആശുപത്രികൾക്ക് കൃത്യമായ രോഗ മരുന്നുകളോ അല്ലെങ്കിൽ രോഗികളെ ചികിത്സിക്കേണ്ട ആവശ്യമായിട്ടുള്ള സർജറിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളോ ഒന്നുമില്ലാതെ ദയനീയമായ അവസ്ഥയിൽ ഈ നാടിന്റെ ആരോഗ്യരംഗം തകർന്നിരിക്കുകയാണ്. ഈ ആരോഗ്യരംഗത്തെയാണ് ഇടതുപക്ഷവും CPM വലിയ രൂപത്തിൽ ആരോഗ്യ കേരളം നമ്പർ 1 എന്നാണ്. പക്ഷെ ആരോഗ്യ കേരളം നമ്പർ 1 അല്ല, ഇത് മണ്ണാങ്കട്ടയാണ് എന്ന് ഈ നാടിനകത്ത് ബോധ്യപ്പെടുന്ന സംഭവങ്ങളാണ് സമീപ ദിവസങ്ങളിലെല്ലാം ഈ കേരളത്തിലെ ഓരോ ആശുപത്രികൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ മെഡിക്കൽ കോളേജ് തകർന്നു വീഴുകയാണ് ഉണ്ടായത്. എത്രയോ കാലങ്ങളായി കാത്തുകിടക്കുന്ന ഒരു ബിൽഡിംഗ് അവിടെ ഉണ്ടായിട്ടും അത് മാറാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. നമ്മുടെ കേരളം ആർജിച്ചെടുത്ത ആരോഗ്യ മേഖല ഏകദേശം ഈ 10 വർഷക്കാലം കൊണ്ട് 9 വർഷക്കാലം കുട്ടിഘോഷിച്ചുകൊണ്ട് PR വർക്ക് ചെയ്ത് അത് ഒന്നൊന്നായി തകർന്നു വീഴുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുതിയ കെട്ടിടം, ആ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി രോഗി മരണപ്പെട്ടു. 2 തവണയാണ് തീപിടുത്തമുണ്ടായത്. ഇപ്പൊ അന്വേഷണ രോഗനിർണയത്തിന്റെ ലോകത്ത് ഒരു സുപ്രധാന പങ്ക് വഹിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എംപയർ കോളേജിന്റെ 3 വർഷത്തെ മെഡിക്കൽ ലാബ് ടെക്നോളജി പ്രോഗ്രാം ലോകോത്തര നിലവാരമുള്ള ഡയഗ്നോസ്റ്റിക് പരിശീലനം നിങ്ങൾക്ക് നൽകുന്നു. UGC അംഗീകൃതവും NAC A++ അപ്രൂവ്ഡ് ആയ ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുടെ ഈ കോഴ്സിലൂടെ ഗ്ലോബൽ സർട്ടിഫിക്കേഷനും പ്ലേസ്മെന്റ് അഷുറൻസും ഞങ്ങൾ ഉറപ്പാക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ, ഡയഗ്നോസ്റ്റിക് ലാബ് അസിസ്റ്റന്റ്, ക്ലിനിക്കൽ ഡാറ്റ അനലിസ്റ്റ് എന്നിങ്ങനെ നിരവധി അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. +2 പാസ്സായ ഏതൊരു വിദ്യാർത്ഥിയും ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ എലിജിബിൾ ആണ്. പഠനത്തോടൊപ്പം സോഫ്റ്റ് സ്കിൽ ആൻഡ് ജോബ് സ്കിൽ സെഷൻസ്, AI, ഗൂഗിൾ വെബ് മാസ്റ്റർ ആൻഡ് ലിങ്ക്ഡിൻ മാസ്റ്റർ ക്ലാസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, മോക്ക് ഇന്റർവ്യൂ ആൻഡ് ഗ്രൂപ്പ് സെഷൻ ഇവയെല്ലാം നിങ്ങളുടെ കരിയർ അപ്ഗ്രേഡ് ചെയ്യാനായി എംപയർ കോളേജിലൂടെ സാധ്യമാക്കാം. 3 വർഷത്തെ അക്കാദമിക് പഠനവും പഠനത്തോടൊപ്പം തന്നെ എല്ലാ സെമസ്റ്ററിലും ഹോസ്പിറ്റൽ ട്രെയിനിങ്ങും, കോഴ്സ് കംപ്ലീഷന് ശേഷം 6 മാസത്തെ ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പും, സ്റ്റുഡൻസിനായുള്ള കോളേജ് ബസ് ഫെസിലിറ്റീസും ഹോസ്റ്റൽ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. നിങ്ങളുടെ ഭാവിക്കായി ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. എംപയർ കോളേജ് ഓഫ് സയൻസ്.